500 രൂപ കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫാമിലിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒരു സിനിമയ്ക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചാലോ പോലും ബില്ല് 500 രൂപയിൽ കൂടുതൽ വരും. ആ ഒരു സാഹചര്യത്തിൽ 8ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി വിചാരിച്ചാൽ പോലും സംഘടിപ്പിക്കാൻ പറ്റുന്ന വെറും 500 രൂപ അടുത്തൊരു 6 മാസത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്നും ചെലവാക്കാതെ സ്വന്തം കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാഭകരമായ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഒരു കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് കോഴ്സ് വിത്ത് കംപ്ലീറ്റ് ഗൈഡൻസ്. ആർക്ക് വേണ്ടിയാണ് ഈ കോഴ്സ്? ലോങ് ടൈമിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ള, ലൈഫിൽ വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യണം താല്പര്യമുള്ള, ഒരു വെൽത്ത് ലോങ് ടൈമിലേക്ക് ക്രിയേറ്റ് ചെയ്യണം താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും പ്രായഭേദമേന്യേ ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരുമിച്ച് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. പ്രായം ഒരു പ്രശ്നമേ അല്ല. അതായത് നിങ്ങൾ വെറും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ്. നോ ഇഷ്യൂസ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുള്ള പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കരാട്ടെ പഠിപ്പിക്കാമെങ്കിൽ, കുംഫു പഠിപ്പിക്കാമെങ്കിൽ, ആ കുട്ടിക്ക് റോളർ സ്കേറ്റിംഗ്സ് പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ നോളജ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ പ്രായഭേദമേന്യേ ആർക്കും ഈ ഒരു കോഴ്സിൽ പാരൻസിന്റെ അനുവാദത്തോടു കൂടി പങ്കെടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതിൽ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ പറയാൻ നീ ഏതാണ്, അല്ലെങ്കിൽ മീശ പോലും മുളയ്ക്കാത്ത നീ എന്തിനാണ് ഇത്രയും കിടന്ന് സംസാരിക്കുന്നത്? അതിലെനിക്കൊരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. ട്രേഡ് ടോക്സ് ആണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഈവൻ കേരളത്തിൽ സ്വന്തമായിട്ട് ട്രേഡിംഗ് ഫ്ലോർ നടത്തുന്ന ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള സുനിൽ സാർ അടക്കമുള്ള എല്ലാ സീനിയർ ട്രേഡേഴ്സിൻ്റെയും വ്യക്തമായിട്ടുള്ള ഗൈഡൻസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പ്രോപ്പറായിട്ട് അതിന് ഉത്തരം പറയാനുള്ളത്. അപ്പോൾ 7 വർഷത്തെ 8 വർഷത്തേക്ക് ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളിൽ നിന്നും പ്രോപ്പറായിട്ട് അക്വയർ ചെയ്തെടുത്ത നോളജാണ് നമ്മളിവിടെ ഈസി ആയിട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് ഏറ്റവും സിംപിളസ്റ്റ് ഫോമിൽ കൊടുക്കാൻ പോകുന്നത്. വൈ ദിസ് കോഴ്സ്? എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ്? അപ്പോൾ ഒരു ടീമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കോഴ്സ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പറയാം, കഴിഞ്ഞ ഒരു വർഷം ട്രേഡ് ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന ഒരുപാട് ബിഗിനേഴ്സിൻ്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും എല്ലാം കാരണമായ എല്ലാ ഫാക്ടേഴ്സും പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ പലർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മളിൽ ഭൂരിഭാഗം പേരെയും പോലെ തന്നെ കൊറോണ ക്രാഷിൽ പൊട്ടിമുളച്ച വെറും ഒരു പുഴു മാത്രമാണ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പോലും ഇവിടെ ട്രേഡ് ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പലതരത്തിലുള്ള പ്രോഫിറ്റുകളുടെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ വീഡിയോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ആയിട്ട് ഇടുന്നുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്നവർ അത് കാണാറുമുണ്ട്. ഈവൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമുക്ക് അതുവഴി കണക്റ്റഡ് ആവാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ മെന്ററിങ് തന്നെയാണ് കിട്ടുന്നത്. അത് തന്നെയാണ് എനിക്കും കിട്ടിയത്, അത് തന്നെയാണ് നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നോക്കാം. 3 ഫേസസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഫേസസ് ആയിട്ട്. ഫേസ് 1 എന്ന് പറയുന്നത് ഏതൊരു സ്കില്ലും നമ്മൾ മാസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ട 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫേസിൽ ഉടനീളം 4 മാസം ദൈർഘ്യം വരുന്ന ഫേസ് 1-ൽ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ 2 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്. ഈ 2 കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ നമുക്കൊരു സ്കില്ല് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റൂ. സോ ഫേസ് 1-ൽ ലേണിംഗ് ആൻഡ് പ്രാക്ടീസ് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത് രണ്ടും വെറുതെ ചെയ്തതുകൊണ്ട് കാര്യമല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റൂ. സോ കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ലേണിംഗ് ഫേസിൽ വേണ്ട എല്ലാ തരത്തിലുള്ള കണ്ടന്റ്സും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ 1 by 1 ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ, ട്രേഡ് ടോക്സിൻ്റെ വീഡിയോസിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബട്ടണിൽ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് പോയി കണ്ടിട്ട് വീഡിയോസിനെ പറ്റിയിട്ടും അതിൻ്റെ കമൻറ്റ് ബോക്സിന് പോയിട്ട് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ എന്തായാലും ഫേസ് 1-ലുള്ളത് ലേണിംഗ് ഫേസും പ്രാക്ടീസുമാണ്. ലേണിംഗ് ഫേസിൽ വേണ്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്സും നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു വീഡിയോ സീരീസ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫേസിനകത്തുള്ള 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹൈലി റിസ്കി ആയിട്ടുള്ള, ഏറ്റവും റിസ്കി ആണെന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഇൻട്രാഡേ തന്നെയാണ്. പക്ഷേ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസിലാണ് നമ്മളിവിടെ ഇൻട്രാഡേ ചെയ്യുന്നത്. പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇൻട്രാഡേ എന്ന് പറയുന്നത് റിസ്കി അല്ലേ, ഒരു ബിഗിനർ ഏറ്റവും ആദ്യം ഇൻട്രാഡേ ചെയ്താൽ ശരിയാവുമോ? അപ്പോൾ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും തന്നെ വേണ്ട. നമ്മളിവിടെ വേണ്ടത് കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആണ്. ഒരു കാര്യം ട്രൈ ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും പരാജയമോ അല്ലെങ്കിൽ വിജയമോ സംഭവിക്കുക, അത് പഠിക്കുക, അത് നോട്ട് ചെയ്യുക, ആ പഠിച്ച അറിവ് വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതെ അടുത്തൊരു ട്രേഡിലേക്ക് പോവുക, ആ ട്രേഡിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക. ഇങ്ങനെ
ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്, അത്രത്തോളം പ്രാക്ടീസ് സെഷൻസ് കിട്ടുമ്പോഴാണ് നമ്മളൊരു സ്കില്ല് മാസ്റ്റർ ചെയ്തെടുക്കുന്നത്. സോ ആ ഒരു പ്രാക്ടീസിന് നമ്മളൊരു ലോങ് ടൈം ട്രേഡോ സ്വിംഗ് ട്രേഡോ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്തല്ല നമ്മൾ ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള ട്രേഡ്സ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇൻട്രാഡേ തന്നെയാണ് അതിന് സെലക്ട് ചെയ്തിരിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്ത് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇൻട്രാഡേയിൽ ഫോക്കസ് ചെയ്ത് പോകുന്നത്. റൂൾസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇൻട്രാഡേ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാര്യം ലാഭക്കൊതി കൊണ്ടല്ല, മറിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഇൻട്രാഡേ ഫോക്കസ് ചെയ്യുന്നത്. റൂൾ നമ്പർ 1 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം 1000 രൂപ കൊണ്ട് മാത്രം ഈ പറയുന്ന കോഴ്സ് പഠിക്കാൻ വന്നാൽ മതി. 500 to 1000, അതിൽ കൂടുതൽ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ വരികയേ വേണ്ട. അതുകൊണ്ട് 1000 രൂപ മാക്സിമം ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയുന്നത്, ഒരു ദിവസം നമ്മൾ 1 to 2 ട്രേഡ്സ് മാത്രമാണ് മാക്സിമം എടുക്കുന്നത്. ആ ട്രേഡ് എങ്ങനെ എടുക്കണം, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ, ഇതെല്ലാം നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ 1000 രൂപ കൊണ്ടുവന്നിട്ട് ലിവറേജ് എന്ന് പറയുന്നതിനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. നമ്മൾ വെറും മാക്സിമം 5 to 4 ക്വാണ്ടിറ്റി ഒക്കെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ സ്റ്റോക്കുകൾ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ 2-3 സ്റ്റോക്കുകളിൽ ചുരുങ്ങിക്കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ലേണിംഗ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന 4 മാസത്തെ ഫേസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് 2-3 സ്റ്റോക്കുകളായിരിക്കും. ആ സ്റ്റോക്കുകൾ നമ്മൾ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ സ്റ്റോക്കിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ വരുത്തിയ ശേഷം ആ സ്റ്റോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്റ്റോക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റോക്കിന്റെ സൈക്കോളജി മനസ്സിലാക്കാനും അത് ഒരുപാട് സഹായിക്കും. സോ നമ്മൾ 2 സ്റ്റോക്കോ 3 സ്റ്റോക്കോ മാത്രമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യും. അതിനുശേഷം ഇതിനെല്ലാം പുറമെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് എൻ്റെ ലൈവ് ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുകയും നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. ആ ഒരു ലൈവിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം. ഇപ്പോൾ ഡെയിലി 7 മണിക്ക് വരുന്ന ലൈവിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് ചാറ്റിൽ വരുന്ന കമൻസും അതുപോലെ തന്നെ നമ്മൾ എൻ്റെ അനാലിസിസും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ അനാലിസിസ് സ്കില്ലിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ നമ്മൾ ഫേസ് 2ലേക്ക് കിടക്കും. ഫേസ് 2 എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഒരു ട്രേഡറുടെ സക്സസിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ആണ്. സോ റിസ്ക് മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ സെക്കൻഡ് ഫേസ് വരുന്നത്. അതോടൊപ്പം തന്നെ കയ്യിൽ നിലവിലിരിക്കുന്ന ആ ഒരു എമൗണ്ട്, അതായത് 1000 കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ടിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് വരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, എന്തായാലും ആ ഒരു എമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുകയും ആ ഫണ്ട് ആഡ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടായിരിക്കും നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ അതാണ് ഫേസ് 2. അപ്പോൾ ഫേസ് 2ൽ നമ്മൾ 2 മാസം ഇതേ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യും. അതായത് കഴിഞ്ഞ വട്ടം അല്ലെങ്കിൽ ഫേസ് 1ൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും, ബട്ട് കുറച്ച് വ്യത്യാസം, നമ്മൾ ഫണ്ട് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നു, അതാണ് റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ്. അതിനെ പറ്റിയിട്ടും വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ ആ സമയത്ത് തരുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 6 മാസത്തെ പ്രാക്ടീസ് കഴിയുമ്പോൾ, മൊത്തത്തിൽ 4 മാസമായിരുന്നു ഫേസ് 1, അതിനുശേഷം 2 മാസം നമ്മൾ ഫേസ് 2ൽ നിന്നു. തേർഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഏണിംഗ് ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഏണിംഗ് ഫേസിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ക്യാപിറ്റൽ, ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഒരിക്കലും നമുക്ക് വലിയ അർജന്റ് ഫണ്ടോ അത്തരത്തിലുള്ളൊരു ഫണ്ടൊന്നും ആയിരിക്കരുത്. പകരം നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഫണ്ട് തന്നെയാണ് നമ്മുടെ ക്യാപിറ്റൽ. ഒരു സക്സസ്ഫുൾ ട്രേഡറുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഒരു സ്ക്രീനർ സൈറ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് പിക്കുകളോ ഈവൻ ടെക്നിക്കൽ അനാലിസിസ് സ്കില്ലോ അതൊന്നുമല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു 6 മാസത്തെ കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു 6 മാസത്തെ ഫ്രീ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്ത് ഓരോ വ്യക്തിയും പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ മേജർ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രോപ്പറായിട്ട് ദീർഘമായിട്ടുള്ള ഒരു 6 മാസത്തേക്ക് ഇതിനെ സ്ട്രക്ചർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സക്സസിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും. ബട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് നമ്മൾ പറയുന്നുണ്ട്. ആ റൂൾസ് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ ട്രെയിനിങ് കോഴ്സിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ സീരീസിന്റെ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.